അപ്പൊ നമുക്കേ ഒരിക്കൽ നമ്മൾ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്തായിരുന്നു. ഈ വണ്ടി അല്ല, ലുലുവിന്റെ. അപ്പൊ അതിന് ശേഷം വന്നൊരു മോഡലാണത്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. വണ്ടി ഓടിച്ച് നോക്കട്ടെ. ഓക്കെ, ഇവിടെ ചെറിയ റോഡായ കാരണേ നമുക്ക് ഇങ്ങനെ ഈ ഒരു എക്കോ മോഡിലേക്ക് നമുക്ക് ഇട്ട് നോക്കാം. ഇപ്പൊ എക്കോ മോഡാണ് കേട്ടോ. കാല് കൊടുക്കാൻ വളവാ. ഇപ്പൊ എക്കോയിലാണ് നമ്മൾ പോണത്. അപ്പൊ അത് കഴിഞ്ഞ പവറിലേക്ക് ശരിയാ, വ്യത്യാസം ശരിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതെ അതെ അതെ. ഇപ്പൊ ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ കുറെ നേരം ഒരു ലോങ് ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കാല് മരവിച്ച് ജസ്റ്റ് എണീറ്റ് നിൽക്കാം. സീറ്റ് വരുന്നതില് 22 സീറ്റും പുഷ് ബാക്ക് ആണ്. 28 സീറ്റ് വണ്ടിയാണ്. 22 സീറ്റും പുഷ് ബാക്ക് ആണ്. അല്ലാതെ. എല്ലാവർക്കും നമസ്കാരം. വണ്ടി മച്ചാന്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ നമ്മുടെ എന്താ പറയുക ഒരു ജ്യേഷ്ഠ തുല്യമായിട്ടുള്ളൊരു നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, നമ്മുടെ സെഡ്ബ്രോയിലത്തെ മറഡോണ ബായ്. മൂപ്പര വണ്ടി നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ തസ്കര വീരൻ, ഇപ്പം നമ്മുടെ തോംസൺ സാറിൻ്റെ കയ്യിലുള്ള ഡെറാഡോ ഇല്ലേ, അതൊക്കെ അദ്ദേഹം അവർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ വണ്ടി. 2 കളർ അടിച്ചിട്ടുള്ള വണ്ടി ഇരിങ്ങാലക്കൂടെ വെച്ചിട്ട് ചെയ്ത്. അപ്പോൾ ഈ കളർ കോഡ് പിന്നെ വന്നു, പിന്നെ സീനായി. അതായിരുന്നു ആദ്യത്തെ അത്. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്ത വണ്ടി അവരുടെ ഒരു വോൾവോ വണ്ടി ചെയ്തു, പിന്നെ സെഡസ്ട്ര ചെയ്തു, ചേസസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ അവരുടെ വേറൊരു വണ്ടി ഒരു പുതിയ തരുന്നുണ്ട്, ഒരു SMLൻ്റെ വണ്ടി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ഓൾറെഡി നമ്മൾ അർബാനിയ അതുപോലെ തന്നെ SMLൻ്റെ വണ്ടികളൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ വണ്ടി കേട്ടോ. SMLൻ്റെ പുതുതായിട്ട് ഇവരെടുത്തിട്ടുള്ള വണ്ടിയാണ് ഈ കിടക്കണേ. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ലുലു ഗ്രൂപ്പിൻ്റെ വണ്ടിയായിരുന്നു നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വണ്ടിയിൽ നിന്ന് ഇത് കുറച്ച് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തുടക്കം പറയുകയാണെങ്കിൽ ഫ്രണ്ട് വിൻഷീൽഡിൻ്റെ പോർഷൻ വരികയാണെങ്കിൽ ഇതുപോലെ നമുക്ക് വിൻഷീൽഡിൻ്റെ ഭാഗത്തായിട്ട് ഇത്രയും സ്പേസാണ് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്ന് താന്ന് നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം വന്നിട്ടുള്ളത്. ഒരു അതായത് എടുത്ത് പൊന്തിച്ച് നിൽക്കുന്ന ടൈപ്പല്ല, ഒന്ന് താന്ന് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു സ്റ്റൈലാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതിന് മുകളിലായിട്ട് ഗ്രീൻ ബേഡ് 2+1 AC പുഷ് ബാക്ക് എന്നൊക്കെ വണ്ടി കൊടുത്തിട്ടുണ്ട്. 28 സീറ്റ് വണ്ടിയാണ്. 22 പുഷ് ബാക്ക് സീറ്റുകളും ഈ വണ്ടിക്ക് ഉണ്ട്. SML എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗോ കാണാം, വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ടെക്സ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് ഈ ബോണറ്റ് ഹുഡിനോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഹുഡിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരൊറ്റ ലെയറിൽ വന്നിട്ടുള്ള ഒരു നമ്മുടെ ഹെഡ് ലാമ്പ്സ് ആണ്. അതിൽ 2 ഹെഡ്ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും, പിന്നെ ഒരു ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കും. ഇതിന് മുന്നേ നമ്മൾ ലുലുവിൻ്റെ വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. പക്ഷേ അത് SMLൻ്റെ ഏറ്റവും പുതിയൊരു പുത്തൻ വണ്ടി നമ്മളെടുത്ത് ചെയ്തതായിരുന്നു. ഇതിപ്പോൾ ഓവറോൾ ഇപ്പോൾ SML ഇപ്പോൾ ആ വണ്ടി ഇറങ്ങിയിട്ട് നമ്മളൊരു 6-7 മാസത്തോളമായ വീഡിയോ ചെയ്തിട്ട് അതിനുശേഷം എന്തൊക്കെ വ്യത്യാസം വന്നു എന്നാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗ്രില്ലിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഗ്രില്ലൊക്കെ ഈ രീതിയിലാണ് വന്നേക്കണം. ഹണി കോം ഗ്രില്ലാണോ എന്ന് ചോദിച്ചാൽ അതുപോലെയല്ല, അങ്ങനെ ഒരു മെഷ് ടൈപ്പ് ഗ്രില്ലാണ്, മെഷാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടാ. പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ ബമ്പർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിൽ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബമ്പർ എന്ന് പറഞ്ഞാൽ ഒരു 1.5 ബമ്പറാട്ടോ. അതായത് ബോഡിയുടെ ഈ ഒരു
നമ്മുടെ ഹെഡ്ലൈറ്റിനോട് ചേർന്നാണ് അതിൻ്റെ ബമ്പറിൻ്റെ ആ ഒരു മൊത്തം ആ ഒരു ബോഡി സ്ട്രക്ചർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഫ്രണ്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോവാം. ഒരുപാട് പറഞ്ഞ് നമ്മൾ വലിപ്പിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്മുടെ എന്താ പറയുക ഒരു കൊമ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ടത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഇവർക്ക് സ്ഥിരമായിട്ട് വരുന്ന ടൈപ്പ് കൊമ്പ് ഇങ്ങനെയല്ല വരണത്. ഇത് വോൾവോൻ്റെ കൊമ്പാണ് വെച്ചിട്ടുള്ളത്. സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ ടൈപ്പ് കൊമ്പല്ല, വ്യത്യാസമുണ്ട് സ്ഥിരം കൊമ്പിന്. ഇത് അതായത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ പാറ്റേൺ അല്ല ശരിക്കുള്ള വണ്ടി വരുമ്പോൾ ഉള്ളത്. ഇവർ അഡീഷണലായിട്ട് അത് കുറച്ച് വ്യത്യാസം വരുത്തിയതാണ് കേട്ടോ. സൈഡിൽ വരാം. സൈഡിൽ വരുമ്പോൾ ഇതുപോലെ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ സ്പേസ് കാണാം. പിന്നെ തൊട്ട് താഴെയായിട്ട് വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഭാഗമാണ് കാണുന്നത്. ഇതൊരു വീലാർച്ചും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിലെ ടയർ നമ്മൾ മുന്നുള്ള ടയർ നമ്മുടെ ട്യൂബ്ലെസ് ടയർ ആയിരുന്നില്ല, ഇപ്പോൾ റേഡിയൽ ടയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ട്യൂബ്ലെസ് അല്ല, റേഡിയൽ ടയറാണ് വരുന്നത്. മുന്നേ റേഡിയലായിരുന്നില്ല ടയർ, അതായിരുന്നു അന്നത്തെ സാധാ ടയറായിരുന്നു. അതായിരുന്നു പഴയ വണ്ടിയിൽ നിന്ന് ഈ വണ്ടിയിൽ ഒരു ചെറിയൊരു വ്യത്യാസം നമുക്ക് ആദ്യം എടുത്ത് പറയാനുള്ളത്. പിന്നെ വീൽ ക്യാപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. SML വരുമ്പോഴുള്ള വീൽ ക്യാപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമാണ് നമുക്കൊരു വ്യത്യാസം നമുക്ക് ആദ്യം എടുത്ത് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ പാരാബോളിക് ലീഫ് സ്പ്രിങ്സ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മുന്നേ വെറും ലീഫായിരുന്നു, അപ്പോൾ പാരാബോളിക് ലീഫ് സ്പ്രിങ്സ് ആണ്. അപ്പോൾ ലീഫ് മാറി, അത് രണ്ടാമത്തെ വ്യത്യാസം. പിന്നെ ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ലേന്ന് കുറച്ച് കാണിച്ചു തരാം. പിന്നെ നമ്മൾ വണ്ടി വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ നമ്മൾ ഷട്ടിലായിട്ട് തന്നെ നമ്മുടെ വണ്ടി കിടക്കണോടത്തിനായിട്ട് ചെയ്യണത്. സൈഡിൽ നിന്നുള്ള ഓവറോൾ പ്രൊഫൈൽ ലുക്ക് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. കാണാൻ നല്ല അഴകായിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ പറഞ്ഞാൽ 26 സീറ്റ് ട്രാവലറും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഇതിൽ യാത്ര ചെയ്തിട്ടുള്ളൊരു സുഖവും വണ്ടി ഓടിച്ച സുഖവും നോക്കുമ്പോൾ ശരിക്കും 26 സീറ്റ് ട്രാവലറെക്കാട്ടൊക്കെ എന്തുകൊണ്ടും നല്ലത്, അല്ലെങ്കിൽ കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു SML. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യാത്രാസുഖം ഒരുപാട് ഉണ്ട്. മറ്റേതെന്താ വെച്ചാൽ പാരാബോളിക് അല്ലാത്ത കാരണം തന്നെ കുറച്ച് സസ്പെൻഷൻ കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോൾ സസ്പെൻഷനൊക്കെ അടിപൊളിയാണ്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം സ്ഥലമുണ്ട്. നമുക്ക് കയറി നിന്ന് നടക്കാനും ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. നമുക്കൊരു ടൂറിസ്റ്റ് ബസ്സിലൊക്കെ അത്യാവശ്യം സ്പാട്ടൊക്കെ വെച്ചിട്ട് പോകുന്ന സെറ്റപ്പൊക്കെ ആയിട്ട് നമുക്ക് പോവാം ഈ വണ്ടിയിൽ. മറ്റേ 26 സീറ്റ് ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരു സ്ഥല പരിമിതികളുണ്ട് അതിൽ. അതാണ് എനിക്ക് ട്രാവലറിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം തോന്നിയത്. പക്ഷേ ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് ഒപ്പം ട്രാവലറിൻ്റെ നമ്മൾ മുന്നേ ചെയ്ത മോണോ ബസ് എന്ന് പറഞ്ഞ വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതും ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ടൊപ്പം ഉണ്ട്. മോണോ ബസ്സും താരതമ്യേന കുഴപ്പമില്ല. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെറാഡോ ട്രാവൽസിൻ്റെ വണ്ടിയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ മതി. അതുപോലെ തന്നെ അർബാനി നമ്മൾ ഇറങ്ങിയ സമയത്ത് 3 അർബാനിയായിരുന്നു നമ്മുടെ നാട്ടിൽ ആകെ ഉണ്ടായിരുന്നത്. ആ അർബാനി പക്ഷെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അർബാനിയുടെ തരംഗമാണ്. ഇഷ്ടംപോലെ അർബാനിയ ഉണ്ട്. പക്ഷേ അത് ഫിക്സഡ് ക്ലാസ് വണ്ടിയാണ്. നോൺ AC ഓട്ടങ്ങൾ ഓടാൻ പറ്റില്ല. പാക്കേജ് ട്രിപ്പുകളൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് സെഞ്ചുറി ഏതൊരു ഗ്രൂപ്പ് തൊട്ടപ്പുറത്ത് തന്നെയാണ് 2 വണ്ടി അവിടെ അവർക്കുണ്ട്. അത് പറ്റിയെങ്കിൽ ഇതിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ എടുത്തില്ല. ഞാൻ ഓൾറെഡി അർബാനി ചെയ്തായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഫസ്റ്റ് 3 വണ്ടിയുള്ള സമയത്ത് കൊടുങ്ങല്ലൂരുള്ള ഒരു ചേട്ടൻ്റെ വണ്ടി തന്നെയാണ് നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് അത് അത്ര വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല. പക്ഷേ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കണ്ടാൽ മതി. പക്ഷേ നമ്മളെല്ലാം എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ആദ്യം തന്നെ കിട്ടും നമുക്ക്. അതുകൊണ്ട് നമ്മളെടുത്ത് ചെയ്തു. അത് അടിപൊളി ഒരു വണ്ടിയാണ്. അന്ന് 17 സീറ്റ് വണ്ടി നമ്മൾ അർബാനിയ ചെയ്തേ. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇഷ്ടംപോലെ അർബാനികൾ എവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഏത് നാട്ടിലും അർബാനിയുടെ തരംഗമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ മോണോ ബസ് കുറേ ഇറങ്ങുന്നുണ്ട്. കൂട്ടത്തിലാണ് ഇപ്പോൾ SMLൻ്റെ ഈ ഒരു വണ്ടിയും ഇറങ്ങണത്. SML ഇത് എയർ ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ വരികയാണെങ്കിൽ ഇതുപോലെയുള്ള SMLൻ്റെ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടർ ഗ്ലാസ് സൈഡിൽ ഇതുപോലെ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടീം ഹോളി മേരി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ആഡ്ബ്ലൂൻ്റെ ടാങ്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡീസൽ ഫില്ല് ചെയ്യണ ആ ഒരു ഏരിയ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡ് ഓവറോൾ ഒരു ലുക്ക് പറഞ്ഞാൽ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇത് ഈ രണ്ട് ടൈപ്പ് വേരിയൻറ്റ് വരുന്നുണ്ട്. ഒന്ന് 19 സീറ്റ് വണ്ടിയും പിന്നെ 28 സീറ്റ് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത വണ്ടി 28 തന്നെയാണ് ലുലുവിൻ്റെ വണ്ടിയും ചെയ്തത്. പക്ഷേ അതിന് വ്യത്യാസമായിട്ട് ഇപ്പോൾ സസ്പെൻഷൻ്റെ കാര്യം വ്യത്യാസം വന്നു. പിന്നെ ഗിയർ ബോക്സ് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗസിങ് ചേഞ്ച് ആയിട്ടുണ്ട്. ഗിയർ ബോക്സ് ഇപ്പോൾ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അന്ന് 5 സ്പീഡായിരുന്നു, 5 ഗിയർ ആയിരുന്നു അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 6 ഗിയർ 6+1 ഇപ്പോൾ ഒരു ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നത് ഇവരെ വിളിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യണമെങ്കിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓട്ടം കാര്യങ്ങളൊക്കെ കൊടുക്കാം.
ബാക്ക് വീല് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 8.25 R16 LT എന്ന് പറഞ്ഞ റേഡിയൽ ടയറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വീൽ ക്യാപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് ഇപ്പുറത്ത് തന്നെ പോകാം. ഇവിടെ കുറച്ച് ബാക്കിലത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ബാക്കിൽ വരികയാണെങ്കിൽ ഇതുപോലെ SMLൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെഡ്ബ്രോ എന്ന് പറഞ്ഞ ഹോളി മേരി ട്രിപ്പ് മേക്കേഴ്സും കൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. എക്സിക്യൂട്ടീവ് LX, ഇത് LX മോഡലാണ്, അത് വിട്ടുപോയി. എക്സിക്യൂട്ടീവ് LX എന്ന മോഡലാണ് ഇത് വരുന്നത്. പിന്നെ ബാക്കിൽ ഇതുപോലെ 3 ടെയിൽ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടമാനം പേര് ഈ വണ്ടി ബുക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും നന്നായി വരട്ടെ SML. ബാക്ക് ഇതുപോലെ റിയർ സ്പേസ് തുറന്ന് ഞാൻ പഴയ വീഡിയോയിൽ കാട്ടിയതാണ്. അപ്പോൾ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ലാത്ത സമയം പോകും നമുക്ക്, അതുകൊണ്ട് നമ്മളത് കാണിക്കാത്തത്. വേണമെങ്കിൽ കാണിച്ച് തരാൻ വിഷയമില്ല. ഇവിടെ വേറൊരു A to Z പറഞ്ഞൊരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. A to Z പറഞ്ഞാൽ നമ്മുടെ ഒരു ഡ്രൈവിംഗ് സ്കൂളും ഉണ്ടല്ലോ. ഇവിടെ ഒരു മറ്റേ ക്രെയിൻ കിടക്കുന്നുണ്ടോ, ക്രെയിനല്ല എന്താ പറയുക, ഈ വണ്ടികളൊക്കെ വലിച്ച് കയറ്റി കൊണ്ടുപോകില്ലേ, അങ്ങനത്തെ ഒരു വണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു കാഴ്ചകളൊക്കെ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ബാക്കിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ABS, സെക്യൂരിറ്റി ബ്രേക്സ്, AC, റീസൈക്ലിംഗ് സീറ്റ്സ്, ഓട്ടോമാറ്റിക് ഡോറ്, ഇൻഡിവിജ്വൽ ലൈറ്റ്, റിവേഴ്സ് ക്യാമറ, മൊബൈൽ ചാർജർ, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അമ്യൂണിറ്റീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ബാക്കിൽ വരുമ്പോൾ ഇതുപോലെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ ബേർഡ് കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സെഡ്ബ്രോ നമ്മുടെ മർഡോഡബയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാലക്കുടി ഒക്കെ കൊടുങ്ങല്ലൂരുള്ള നമ്പറുകളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി ഈ സൈഡിലേക്ക് വരാം. ഈ സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ വിട്ടുപോയത് എത്തിച്ച് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒന്നുമില്ല, നമ്മൾ അപ്പുറത്തെ പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഉള്ളിലേക്കായിട്ട് കയറാം. വേറെ വിശേഷങ്ങളൊന്നുമില്ല, ഉള്ളിൽ കയറിയിട്ട് ബാക്കി പറയാം കേട്ടോ. വണ്ടിയുടെ ഉള്ളിൽ കയറി നമ്മൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി അതിൻ്റെ VRSൻ്റെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും ഇത് മെറ്റീരിയലൊക്കെ ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന ക്ലോത്താണ് ഇതിൽ ശരിക്കും ഉണ്ടാവുക ഇൻബിൽറ്റായിട്ട്. വേറെ കൂടുതൽ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഇവർ അതിന് വേണ്ടിയിട്ട് ഈ മർഡോണബായി കുറേ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. അതായത് സെറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. VRS ആണ് ഇതിൻ്റെ സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. നന്നായിരിക്കുന്നുണ്ടല്ലേ. വുഡൻ പാനലിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒട്ടിച്ചിട്ട്. ഇത് ശരിക്കും രാത്രി എടുക്കണം കേട്ടോ. അത് പകൽ 2 മണി നേരത്തെ നമ്മൾ എടുക്കണം, 3 മണി നേരത്തേക്ക് ഇരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടമായിട്ട് ഇങ്ങനെ കുറേ ഓട്ടകളുണ്ടല്ലേ. ഇത് ഈ കാണുന്ന ഓട്ടകളുണ്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ രാത്രി സ്മോക്ക് ഇട്ടിട്ട് നമുക്ക് നടക്കുമ്പോൾ ശരിക്കും ഒരു വീഡിയോ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര സെറ്റപ്പ് ലൈറ്റിങ് ചെയ്തേക്കണം. പക്ഷെ ഇപ്പോൾ ഇതിൽ ഒന്നും കാണാൻ സാധിക്കണില്ല എന്ന് മാത്രം. എന്നാലും നിങ്ങൾക്ക് ആ ഒരു അടിഭാഗത്തൊക്കെ കാണാം, അതിൻ്റെ ലൈറ്റിൻ്റെ ഇത് കാണാൻ സാധിക്കും. ഭയങ്കര സെറ്റപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തേക്കണം. സൗണ്ട് വോക്കൽ ഒക്കെ അടിപൊളിയാണ് ഇതിൻ്റെ. ശരിക്കും ടൂറിസ്റ്റ് ബസ്സിലുള്ള ഭയങ്കര സെറ്റപ്പ് സൗണ്ട് സിസ്റ്റമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇതുപോലെ ഉണ്ടല്ലേ, ഇതുപോലെ റണ്ണിങ് ലൈറ്റ്സുകൾ ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. റോഡിൽ കളിക്കുന്ന കുറേ ലൈറ്റുകൾ സൈഡിലായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു പൈനറിൻ്റെ സ്പീക്കർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ ഒരു 4 എണ്ണം 2 സൈഡിലായിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഈ സംഭവം ഇതുപോലെ ഇവിടെ കേട്ട് സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ, സീറ്റിൻ്റെ താഴെ. പിന്നെ ഈ സീറ്റുകളെല്ലാം എന്താ പറയുക, പുഷ് ബാക്ക്, അതായത് ബാക്കിലേക്ക് വലിഞ്ഞ് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് സീറ്റാണ്. നമ്മൾ ഇതിൽ യാത്ര ചെയ്തു, നല്ല സുഖമുണ്ട് യാത്ര ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ട്രാവലറേക്കാട്ടും കുറച്ചൊരു സ്ഥലമല്ലേ ഇതിൽ. മോണോ ബസ് വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മോണോ ബസ്സിലും ഏകദേശം ഇത്രയ്ക്കൊക്കെ തന്നെയാണ് സ്പേസ് ഉള്ളത്. പക്ഷേ ഇതിൽ യാത്ര ചെയ്യാൻ നല്ല സുഖമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ട്രാവലറിൻ്റെ മോണോ ബസ്സിനെക്കാട്ടും നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ശരിക്കും. പിന്നെ അതിൻ്റെ ഒരു കാണാൻ ലുക്ക് വൈസിലും മോണോ ബസ് കുറച്ചുകൂടിയൊക്കെ അതിൻ്റെ ഡിസൈൻ ശരി നന്നാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. പക്ഷേ അവരുടെ ആ ഡിസൈൻ ശരിക്കും നന്നായില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. മോണോ ബസ്സിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടിയൊക്കെ നന്നാക്കി ചെയ്യായിരുന്നു അവർക്ക്. ഇത് ഓരോ കുഴപ്പമില്ല. പിന്നെ സീറ്റൊക്കെ ഇതുപോലെ നല്ല പോളിസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ ലുലുവിൽ പറഞ്ഞ പോലത്തെ സംഭവം തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. റെഡ് ആൻഡ് ഒരു സിൽവർ തീമിലുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പുഷ് ബാക്ക് സീറ്റിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ എല്ലാ സീറ്റിൻ്റെ അടിയിൽ ഇതുപോലെ ചാർജിങ് പോർട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അതിപ്പോൾ എവിടെയാണ് പെട്ടെന്ന് നമുക്ക് ഇതിൽ കാണില്ല. ഇതിൻ്റെ ഇടയിലായിട്ടാണ് ചാർജിങ് പോർട്ടൽസ് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരുടെയും ചാർജിങ് പോർട്ടൽസ് ഉണ്ട്. മാത്രമല്ല അതുപോലെ സീറ്റ് ബെൽറ്റുകളുണ്ട്, ഉണ്ടല്ലേ, ഇൻബിൽറ്റ് ആയിട്ട്. ഇത് സീറ്റ് ബെൽറ്റൊക്കെ വരേണ്ടതാണ് നമ്മൾക്ക്. അതൊക്കെ വലിയൊരു കാര്യമല്ലേ സീറ്റ് ബെൽറ്റുള്ള വണ്ടികളെന്നൊക്കെ പറഞ്ഞാൽ.
പിന്നെ അതുപോലെ തന്നെ ചാർജ് പോർട്ടാണ് ഞാൻ നോക്കണത്. ഇതിൻ്റെ ഇടയിൽ എവിടെയായിട്ടായിരുന്നു അത് നേരത്തെ പെട്ടെന്ന് കണ്ണിൽ കാണില്ല. ഇതാണ് പറഞ്ഞത്. ഇതിൻ്റെ അടിയിൽ കൊണ്ടായിട്ടാണ് ഒരു ചാർജിങ് പോർട്ടിൽ വെച്ചേക്കണത്. പെട്ടെന്ന് മനസ്സിലാവില്ല ഇത്. അപ്പോൾ ഇവിടെ ചാർജിങ് പോർട്ടിൽ ഇരിക്കുന്നത്. പിന്നെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സീറ്റിലും നമ്മളൊരു പ്രീമിയം വണ്ടികളിൽ ഇപ്പോൾ സ്കാനിയലത്തെയും വോൾവോലത്തെയൊക്കെ പോലെ സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ലുലുവിൻ്റെ വഴി ചെയ്ത സമയത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, സുഖമായിട്ട് ഇറങ്ങി പോകാനും ഒക്കെ ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ട ഇത്രയും സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. കണ്ടോ, ഇത്രയും സ്പേസ് ഒരു വേറൊരു വണ്ടിക്ക് ഈ സെഗ്മെൻറ്റിൽ ഇത്രയും സ്പേസ് ഇല്ലെന്ന് തോന്നുന്നു. ബട്ട്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിമിങ് അവിടെ കാണാൻ സാധിക്കും. മുകളിൽ ഒരു പൈനിയർ സ്പീക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട്ലർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നിക് നെയിം ഈ വണ്ടിയുടെ. പിന്നെ ഹാമർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പോലത്തെയാണ് സ്വിച്ച് ഇൻബിൽറ്റ്. നമ്മൾ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്, അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല, ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുക. അവിടെ സ്വിച്ച് ഇട്ട് വെച്ച് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെയാണ്. പിന്നെ AC വെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് GPS-ൻ്റെ ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബെർത്ത് വന്നിട്ടുള്ളത് കേട്ടോ. നന്നായിരിക്കുന്നുണ്ട് ഓവറോൾ. പിന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. VRS-ൻ്റെ വർക്കാണല്ലോ, പിന്നെ പറയേണ്ട ആവശ്യമില്ല, നന്നായിരിക്കും. പിന്നെ മാറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, റെഡ് കാർപ്പറ്റാണ് അതിൽ ഇട്ടിട്ടുള്ളത്. ഓവറോൾ അടിപൊളി ആണ്. 28 സീറ്റാണ് വരുന്നത്. പുഷ് ബാക്ക് സീറ്റ് 22 പുഷ് ബാക്കാണ്. പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന സീറ്റ് മാത്രമാണ് പുഷ് ബാക്ക് അല്ലാത്തത്. ഇത് ഡ്രൈവറുടെ ക്യാബിൻ്റെ ഒരു ഏരിയയാണ്. നമുക്ക് അവിടെ ഇരുന്നിട്ട് അത് പറയുന്നതാണ് കുറച്ചൊരു ഉചിതം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാം. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണറ്റിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ ഒരാൾക്ക് അവിടെ ഇരിക്കാം, കോപ്പറേറ്റിന് അവിടെ ഇരുന്നിട്ട് യാത്ര ചെയ്യാം, നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട്. പിന്നെ ഫ്യൂസ് ബോക്സ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ അപ്പുറത്തുനിന്ന് പറയാം. പിന്നെ ഇവിടെ ഒരു TV കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ഇവർ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടാണ് TV ചെയ്തേക്കണേ. ഇവർ കൊടുക്കുന്ന TV ഇങ്ങനത്തെ TV അല്ല, ഇവർ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ട് TV-യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു എയർ വെൻ്റ് ഇവിടെ കാണാം. ഫയർ എക്സ്റ്റിംഗ്വിഷർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പക്ക പ്രീമിയം വണ്ടിയൊക്കെ ഇല്ലേ, എൻ്റെ ഇൻറ്റീരിയർ പോലെയാണ് ഇതിൻ്റെ റെക്സിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ലൈറ്റുകളൊക്കെ പിന്നെ വണ്ടി വരുമ്പോൾ ഉള്ളതാണ്. ഓവറോളും ഇവർ ഈ ഒരു വണ്ടി ഒരു നല്ല ടൂറിസ്റ്റ് ബസ് പോലെ സെറ്റാക്കി. അതാണ് അതിൻ്റെ സെറ്റപ്പ്, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്ത് നിന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും പറയാം. നമ്മളങ്ങനെ ഡ്രൈവർ സീറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞേക്കട നല്ലത് ഇവിടെ നിന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീല് വന്നിട്ടുള്ളത്. SML-ൻ്റെ ഒരു ലോഗോട് കൂടിയുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ വന്നിട്ടുള്ളത്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക്കാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് വന്നിട്ടുള്ളത്. നമുക്കിങ്ങനെ ഏത് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്കിത് പൊക്കി വയ്ക്കാനും താത്തി വയ്ക്കാനൊക്കെ പറ്റും. അത് നല്ലൊരു സൗകര്യപ്രദമാണ്. പിന്നെ ഇതിന് ഹാൻഡ് ബ്രേക്ക് വന്നിട്ടുള്ളത് ഇതാണ് പാർക്കിംഗ് ബ്രേക്ക്. പിന്നെ ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ പെഡലൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എയർ ബ്രേക്കാണ് വണ്ടി. പിന്നെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ട്. സെറ്റ് ചെയ്യാനുള്ള ഇതാണ് ഈ കാണുന്നത്. നമുക്ക് 80-70 സെറ്റ് ചെയ്ത് വേണമെങ്കിൽ പോകാൻ പറ്റും. പിന്നെ ഇതാണ് ക്ലസ്റ്ററിൽ അനലോഗായിട്ടും ഡിജിറ്റലായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കേണ്ട. RPM മീറ്റർ, അതുപോലെ ഫ്യൂവൽ ടാങ്ക്, km/h ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഡിജിറ്റലി അനലോഗായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെന്തൊക്കെ കാര്യങ്ങൾ, സൂചന ബോർഡ്, ഇൻസ്ട്രക്ഷൻസ് ഫോർ ഐഡിൽ, റണ്ണിങ്, പാർക്കിംഗ്, ലോവർ ഡൗൺ, AC സ്പീഡ് ടു ലെവൽ 1, ലെവൽ 2, സ്വിച്ച് ഓഫ് ഹെഡ്ലൈറ്റ്സ് ഫോർ പ്രോഗ്രാംസ് എന്നൊക്കെ കൊണ്ടിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ മറന്നു പോകേണ്ട വെച്ചിട്ട് അവരൊരു സ്റ്റിക്കർ ഇട്ടിച്ചേക്കുന്നതാണ്. ഇതിന് പിന്നെ ഒരു പവർ മോഡ്, എക്കോ മോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പവറൊക്കെ ഇട്ടിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ മാറ്റം പെട്ടെന്ന് ഫീൽ ചെയ്യും. എക്കോ മോഡ്, ഇങ്ങനത്തെ മോഡുകളൊക്കെ ഉള്ള കാരണം നമുക്ക് ഫ്യൂവൽ കൺസപ്ഷനൊക്കെ വളരെയായിട്ട് കുറഞ്ഞ് കിട്ടാനും സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ RPM നോക്കി ഈ ഓടിക്കുന്നത്. ഇപ്പം കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് മരണഭയത്തിന് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം, അതിലേക്ക് നമുക്ക് എത്താം. ഇത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്, ആൾ പറയും ഡീറ്റെയിൽ ആയിട്ട്. എനിക്ക് തോന്നുന്നത് 6.5 മൈലേജ് ഉണ്ട് തോന്നി വണ്ടിക്ക്. ഇവിടെ ഒരു LCD സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ട്. ജിങ്കയുടെ AC-യാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറേ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ റൂഫ് ലൈറ്റ്സ്, എമർജൻസി, ഫുഡ് സ്റ്റെപ്പ്, അങ്ങനെയുള്ള കുറേ സ്വിച്ചുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ജിങ്കയുടെ AC-യുടെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 6+1 മാനുവൽ ട്രാൻസ്മിഷനാണ്. മറ്റേ പഴയ വണ്ടിയിൽ നമ്മൾ 5 ഗിയറാണ്, 5+1 അതിന് ഗിയർ വന്നേക്കുന്നത്. 6 ഗിയർ വരുന്നുണ്ട്. 6+1 ഇതിന് ട്രാൻസ്മിഷൻ വരുന്നത് മാനുവൽ. പിന്നെ ഇവിടെ ഒരാൾക്ക് കോപ്പറേറ്റിന് ഇരിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ, കേട്ടോ. ഇവിടേക്ക് ഇരുന്ന് സുഖമായിട്ട് ശരിക്കും പാക്കേജിനൊക്കെ പറ്റിയ വണ്ടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് പ്രത്യേകത പറഞ്ഞാൽ AC മാത്രമല്ല, നമുക്ക് നോൺ AC ഓടാൻ പറ്റും. അതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ അർബാനിയെ പോലത്തെ വണ്ടി വെച്ചാൽ AC മാത്രമേ നമുക്ക് ട്രിപ്പ് എടുക്കാൻ പറ്റുള്ളൂ, അത് നോൺ AC ഓടാൻ പറ്റില്ല. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച്, പുൾ ദ റെഡ് നോ പ്രസ്സിങ് ബാക്ക്, അതൊക്കെ എന്താ വെച്ചാൽ മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ട് ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് എപ്പോഴും കട്ട് ഓഫ് ചെയ്ത് വണ്ടി ഇറങ്ങി പോകുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് പോകണമെന്ന് ആണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്താ വെച്ചാൽ കട്ട് ഓഫ് ചെയ്തില്ലെങ്കിൽ സീനാണ്, അപ്പോൾ ചാർജൊക്കെ ഇറങ്ങിപ്പോയി ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള നമുക്ക് ഈ SML കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്ക് ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് തന്നെ അറിയണം. ഫ്യൂസ് ബോക്സ് ഒരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, നമ്മൾ ടിവിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ VRSൻ്റെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കെന്ന് വെച്ചാൽ വേറൊരാൾ ഒപ്പം വേണ്ട, നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മുടെ കൈ എത്ര ദൂരത്താണ് നമ്മൾ ഇതെല്ലാം വെച്ചേക്കുന്നത്. സിമ്പിളായിട്ട് ഇതെല്ലാം തട്ടിക്കൊടുക്കാം, അത്ര എളുപ്പത്തിൽ തട്ടിക്കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. സ്വിച്ചുകളൊക്കെ കയ്യെത്തണ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ സൗകര്യപ്രദമാണ്. അപ്പോൾ ഇതാണ് അവരെ യൂണിറ്റ് വെച്ചിട്ടുള്ളത് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ. പിന്നെ നമ്മുടെ താഴെ തന്നെ അവിടെ നിന്ന് വരുന്ന ബെർത്ത് ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട് അതിൻ്റെ വെൻറ്റുകൾ. അപ്പോൾ നമുക്കും ഡ്രൈവർക്കും സുഖമായിട്ട് AC കിട്ടും. പിന്നെ ഫാനും കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. നമുക്കിനി മറഡോണ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാം. എന്നിട്ട് പിന്നെ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമസ്കാരം. പിന്നെ എന്താ വിശേഷം? നല്ല വിശേഷം. എന്തുണ്ട്? നമ്മുടെ സെഡ് ബ്രോ മറ്റേ നമ്മുടെ വോൾവോ ചെയ്ത് എന്നായിട്ട് കണ്ടത് വോൾവോ ചെയ്താണ്. മറ്റേ ഇത് നമ്മുടെ ചേസ് എടുക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഡസ്ട്ര ബോഡി ആയിട്ട് വന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ മുന്നേ നമ്മുടെ ഡബിൾ കളർ അതിപ്പോ അവിടെ പോയി ചെയ്തെന്നുണ്ടായിരുന്നു നമ്മുടെ ഡൊറാഡോയില്. തോംസൺ ചേട്ടൻ അതന്നെ വലിയൊരു ഫ്രണ്ടാണ്. പുതിയ വണ്ടി ഇതിപ്പോ വരാൻ കാരണം SML ഇസുസു സെയിമാണ്, കൊളാബറാണ്. ഇത് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 26 സീറ്റ് ട്രാവലർ എടുക്കാന്നാണ് വിചാരിച്ചിരുന്നത്. ഞാനും നിഖിൽ എന്ന് പറഞ്ഞ ഗ്രീൻ ബേർഡ് ആളും കൂടിയാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ 26 എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ SML കണ്ടത്. അപ്പോൾ 28 സീറ്റ് ഉണ്ട്, ഇത് 28 സീറ്റ്. അങ്ങനെ പോയി സംസാരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പഴയ വണ്ടിനേക്കാളും ഈ 2024 ഇറങ്ങുന്ന വണ്ടികൾ XT എന്ന ഓപ്ഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 ഗിയർ വരും, മറ്റേ 5 ഗിയർ വരുന്നുള്ളൂ. അതെ അതെ അതെ. അതുപോലെ തന്നെ വലിയ ഗിയർ ബോക്സ് വരുന്നുണ്ട്, ഹൗസിങ് വലുത് വരുന്നുണ്ട്. പിന്നെ പാരാബോളിക് സസ്പെൻഷനാണ്, അത് എടുത്തു പറയണം. ശരി, നല്ല യാത്രാ സുഖം. ലീഫാണ്, അതെ. ഇത് പാരാബോളിക് ആയിട്ട് സസ്പെൻഷൻ വരുന്നുണ്ട്. യാത്രാസുഖം വളരെ അടിപൊളിയാണ്, നമുക്ക് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ വരുന്നത് നമുക്ക് എന്തൊട്ട് പാരാബോളിക് അഞ്ച് കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട്. ഇപ്പോൾ പാരാബോളിക് സസ്പെൻഷൻ, ഹൗസിങ് വലുത് വരുന്നുണ്ട്, ഗിയർ ബോക്സ് വലുത് വരുന്നുണ്ട് 3. പിന്നെ അതാണ് BHP വരുന്നത് സാധാ വരുന്നത് 105 ആയിരുന്നു, ഇപ്പം 115 വന്നിട്ടുണ്ട് ഇത് BHP. അപ്പോൾ ഹോഴ്സ് പവർ കുറച്ച് കൂടുതലാണ്. വണ്ടി ഓടിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അതുപോലെ ഹൈവേയിലൊക്കെ നോർമൽ ഡ്രൈവിൽ എക്കോ മോഡ് ഉണ്ട്, 2 മോഡ് വരുന്നുണ്ട്. എക്കോ മോഡ് വരുന്നുണ്ട്, പവർ മോഡ് വരുന്നുണ്ട്. എക്കോ മോഡിൽ തന്നെ നല്ല രീതിക്കൊക്കെ പോകുന്നുണ്ട്. പവർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ കയറ്റം കാര്യങ്ങളൊക്കെ വരുമ്പോൾ പവർ മോഡ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി വണ്ടി നല്ല ഫ്രീ ആയിട്ട് പോകും. അത് AC തന്നെ നല്ല ഫ്രീ ആയിട്ട് പോകും. ജിങ്കി AC വരുന്നത് അങ്ങനെയൊക്കെ കുറച്ച്. പിന്നെ നമ്മളിവിടെ BRSൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. 38 എന്തോണ് വരുന്നത്. നമുക്ക് എന്തോ ചെറിയൊരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു. എക്സ്ട്രാ ഫിറ്റിങ്സ് BRS ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോർമൽ ചെറിയൊരു വർക്ക് ടോപ്പൊക്കെ ഒരു ചെറിയ, അതുപോലെ 2 ഈ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെ 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 അതെ. ആ 6 ബോക്സ് വരുന്നുണ്ട്. 6 ബോക്സും പിന്നെ ഒരു അടിയിൽ ചെറിയ 2 ബോക്സും കൂടി കയറ്റി വെച്ചിട്ടുണ്ട് സീറ്റിൻ്റെ. ഇതിവിടെ ഒരു വോക്കലിന് വേണ്ടി മാത്രം. അങ്ങനെ 8 ബോക്സ് മൊത്തം. നല്ല കേൾക്കാൻ നല്ല രസമാണ്. വലിയ ആർഭാടകമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അത് ബട്ട്ലർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എഡിഷൻ നെയിമാണ്. അതെ അതെ അതെ. പിന്നെ ഇതിൽ 28 സീറ്റ് വരുന്നതിൽ
22 സീറ്റും പുഷ് ബാക്കാണ്. 28 സീറ്റ് വണ്ടിയാണ്. 22 സീറ്റും പുഷ് ബാക്കാണ്. അല്ലാത്ത ഇപ്പൊ നല്ല ഉച്ച ടൈമല്ലേ, നല്ല തണുപ്പാണ്. പിന്നെ ജിങ്കി AC അല്ലേ വരുന്നത്, അപ്പൊ പിന്നെ അതിൻ്റെതായ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ. ഇല്ല, അത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. അതെ അതെ അതെ. പിന്നെ ഇതിൽ വരുന്നത് നമുക്ക് സാധാ വണ്ടി വന്നിരുന്നത് XT, ഇത് XT എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. സാധാ വണ്ടി വരുന്നത് നമുക്ക് സാധാ ടയറാണ്, നൈലോൺ ടയറാണ്. ഇതിൽ വരുന്നത് റേഡിയൽ ടയറാണ്. അങ്ങനെ ഒരു വ്യത്യാസം കൂടി വരുന്നുണ്ട്. അതെ അതെ അതെ. അത് റേഡിയൽ ടയർ ആകുമ്പോൾ ഞങ്ങൾ ട്യൂബ്ലെസ് ചോദിച്ചിരുന്നു, പക്ഷേ ട്യൂബ്ലെസ് ഇതിൽ വരുന്നില്ല. 8.15-16 സൈസ് വരുന്നത്, ടയർ സൈസ് വരുന്നത്. 19 സീറ്റ് വരുന്നുണ്ട്. ലെങ്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. 19 സീറ്റ് ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ട്രാവലറിനൊക്കെ അപേക്ഷിച്ച് യാത്ര ചെയ്യുമ്പോൾ കുറച്ചും കൂടി യാത്രാസുഖമുണ്ട്. പിന്നെ ആളുകൾക്ക് എന്തെങ്കിലും എണീറ്റൊക്കെ നിൽക്കാനൊക്കെ ആയിട്ടൊരു ഇതുണ്ട്, സ്പേസ് ഉണ്ട്. അതെ അതെ. ഒരു പേടി. അതന്നെ ലുലു വിമലേട്ടനൊക്കെ എടുത്തത്. ഞാൻ വിമലേട്ടനോടൊക്കെ നല്ല അഭിപ്രായം ചോദിച്ചിരുന്നു. അപ്പൊ ആ വിമലേട്ടനൊക്കെ അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിരുന്നത്. എടുത്ത ആളുകളോടൊക്കെ ഞങ്ങൾ ഒരുവിധം ചോദിച്ചിരുന്നു. അപ്പൊ അവരെല്ലാരും കുഴപ്പമില്ല എന്നുള്ള രീതി. നമുക്കിപ്പോ മൈലേജ് ഒരു 6.5 AC കിട്ടുന്നുണ്ട്. AC കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതെ അതെ. പിന്നെ ഇനിയിപ്പോ നമുക്ക് 6000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇനിയിപ്പോ ഒരു 10,000-ന്റെ ഒരു കിലോമീറ്റർ സർവീസ് വരും. അപ്പൊ എങ്ങനെയാണെന്നറിയില്ല, ചിലപ്പോ പെയ്ഡായിരിക്കും. ഇപ്പൊ ഞങ്ങൾ എടുത്തതിന് ശേഷം അവിടെ ഒരു മുക്കത്തുള്ള ഒരു ടീമും, മറ്റത്തുള്ള ഒരു ടീമും, അതുപോലെ തൃശ്ശൂർ എന്നുള്ള ഒരു ടീമും എടുത്തിട്ടുണ്ടായിരുന്നു. 3 ടീം ഞങ്ങൾ ഒരുമിച്ചാണ് ഡെലിവറി ചെയ്തിരുന്നത്, ഏകദേശം തൊട്ടടുത്ത ദിവസങ്ങളിൽ. ഇപ്പൊ ഒരു 5-6 ബുക്കിംഗ് കൂടി ആയിന്ന് പറയണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിന്റെ ഇപ്പൊ 2 വണ്ടിയും കൂടി വന്നിട്ടുണ്ട് അർബാനിയ. അത് എന്താ അഭിപ്രായം? ശരിക്കും നല്ല യാത്ര സുഖമൊക്കെ നല്ല അടിപൊളിയാണ്. അല്ലല്ല, റെന്റ് കുറച്ച് കൂടുതലാണ്. വണ്ടിയുടെ റേറ്റ് വരുന്നതിന് 35 ലക്ഷം 38 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ആൾക്ക് നല്ല ഒരു 17 സീറ്റ് ആദ്യം എടുത്തിരുന്നു. ഇപ്പൊ 17 സീറ്റിന്റെ ലെങ്ത്തിൽ തന്നെ ഉള്ള ഒരു വണ്ടി 12 സീറ്റ് വരുന്ന വണ്ടിയുണ്ട്, അത് എടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഓട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു വണ്ടി അവിടെ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വരുമ്പോ കണ്ടിരുന്നു, അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, സെഞ്ചുറി. അതന്നെ. അപ്പോ അല്ല, ഞാൻ കുറെ വണ്ടികൾ നമ്മൾ വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അർബാനിയ. അതൊന്നും അധികം വണ്ടികൾ ഇറങ്ങിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു വർഷത്തിന് ശേഷം നോക്കുമ്പോൾ കണ്ടമാനം വണ്ടി. അതെ അതെ അതെ. അപ്പോ എന്തായാലും എന്ത് ടൈപ്പ് വണ്ടി ഇറങ്ങിയാലും ആൾക്കാരുണ്ടല്ലോ വിളിക്കാനും. പിന്നല്ലാതെ. ഇത്രയും കാര്യങ്ങള് പറഞ്ഞതില് സന്തോഷം, ഒരുപാട് താങ്ക്സ്. താങ്ക് യു. പിന്നെ കാണാം. തിരക്കുണ്ട്, വേളാങ്കണ്ണിക്ക് വന്നിക്കണ്. നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അപ്പൊ നമ്മള് അന്ന് വേളാങ്കണ്ണി വന്നിരുന്നില്ലേ, അതുപോലെ. അതെ, അപ്പൊ ഒരു 2:30 ആകുമ്പോ ചെല്ലാൻ പറഞ്ഞിരുന്നാണ്. 1:45 എറണാകുളം. അപ്പൊ ശരി, ഓക്കെ. എവിടെ വീട് വരുന്നത്? എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ, കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം, കൊടുങ്ങല്ലൂര് കോട്ടപ്പുറം അല്ലേ? ഓക്കെ ഓക്കെ. ആള് ഫുള്ള് ആക്റ്റീവ് ആണ്, നമുക്ക് ഫുള്ള് സപ്പോർട്ടുള്ള ആളാണ്. ഏതാണ്? ഷാറൂൺ അല്ലേ? ഇപ്പൊ ഈ വണ്ടിയില് നമുക്ക് ഡ്യൂട്ടിയാണ്. പിന്നെന്താ പുതിയ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്? പുതിയ വണ്ടി അടിപൊളി, നല്ല സുഖം, ഓടിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നല്ല യാത്ര സുഖമാണ്, കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളിയാണ്. AC ആയാലും ജിങ്കിയുടെ AC കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പുഷ് ബാക്ക് ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും നല്ല ഗസ്റ്റൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞേ. അപ്പൊ നമുക്ക് ഒരിക്കൽ നമ്മൾ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്തായിരുന്നു. ഈ വണ്ടി അല്ല, ലുലുവിന്റെ. അപ്പൊ അതിന് ശേഷം വന്നൊരു മോഡലാണത്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. വണ്ടി ഓടിച്ച് നോക്കട്ടെ. ഓക്കെ. അപ്പൊ എന്നാ വണ്ടി ഓടിച്ചു നോക്കല്ലേ? നമ്മള് ലുലുവിന്റെ വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ വണ്ടി അങ്ങനെ പറവൂർ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഒരു ലോറി കുറെ നേരമായി നമ്മളങ്ങനെ ബാക്കിൽ ശല്യം ചെയ്യുമ്പോൾ പോയിക്കോട്ടെ, ശല്യമുള്ള ആൾക്കാരാണ്, പോട്ടെ. അപ്പൊ അത് ലുലുവിന്റെ വണ്ടി നമ്മൾ ചെയ്തപ്പോ അത് 5 ഗിയറുള്ള വണ്ടിയായിരുന്നു. ഇത് 6 ഗിയർ ഉണ്ട് ഇതിന്.
അതൊരു വ്യത്യാസമാണ്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ മർഡോണ ചേട്ടൻ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പം കൂടുതൽ വിശാലമായിട്ട് ഇനിയിപ്പോൾ ഇതിൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത് വണ്ടി കാല രസമാണ് ഓടിക്കാനൊക്കെ ആയിട്ട്. നമ്മുടെ പറവൂര് പോണ റോഡാണ്. നമ്മളെ സ്ട്രീറ്റിലല്ലേ? നമ്മുടെ സ്ട്രീറ്റ്. എക്കോ മോഡ്, പവർ മോഡ്, അങ്ങനെ 2 മോഡുകൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും അതെ മോഡ് നമ്മൾ മാറ്റിയപ്പോ കുറെ വ്യത്യാസമുണ്ട്. ഇവിടെ ചെറിയ റോഡായ കാരണേ നമുക്ക് ഇങ്ങനെ ഈ ഒരു എക്കോ മോഡിലേക്ക് നമുക്ക് ഇട്ട് നോക്കാം. ഇപ്പൊ എക്കോ മോഡാണ് കേട്ടോ. കാല് കൊടുക്കാൻ വളവാ കേട്ടോ. ഇപ്പൊ എക്കോയിലാണ് നമ്മൾ പോണത്. അപ്പൊ അത് കഴിഞ്ഞ പവറിലേക്ക് ശരിയാ വ്യത്യാസം ശരിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. വേണ്ടല്ലേ ഒരു പെട്ടെന്നൊരു കുതിപ്പ് ഫീൽ ചെയ്യുന്നു. വണ്ടി കുതിച്ച് പോണ ഒരു ഫീല്. അത് സംഭവം തന്നെ നമ്മളെ കാറുകൾക്കൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് അത്. പിന്നെ നമ്മൾ സസ്പെൻഷൻ അന്ന് ലീഫായിരുന്നു നമുക്കുള്ളത്. ഇപ്പൊ പാരാബോളിക് ലീഫ് സ്പ്രിങ്സ് ആയ കാരണം തന്നെ വണ്ടി ഓടിക്കുമ്പോഴും സുഖമുണ്ട്, യാത്രാസുഖം ഉണ്ട് കേട്ടോ. ഇതിൽ യാത്ര ചെയ്ത് നോക്കുമ്പോഴും നല്ല കംഫർട്ട് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മുടെ ശരിക്കും പറഞ്ഞ ട്രാവലറേക്കാട് സുഖമുണ്ട് ഇതിൽ യാത്ര ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ നമ്മൾ അർബാനിയ ചെയ്യുന്ന സമയത്ത് 3 അർബാനിയ ഉള്ള ടൈമിൽ നമ്മൾ അർബാനിയ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ എത്ര കണക്കിന് അർബാനിയാണുള്ളത്. അപ്പോ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ഇതിന്റെ ഒരു കാലം ആയിരിക്കും SML-ന്റെ. 6 ഗിയറാണ് വരുന്നത്. ക്ലസ്റ്ററിൽ പിന്നെ എല്ലാം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ എത്രാമത്തെ അതിൽ കാണിക്കും? 5. ഇത് 6. ഇപ്പൊ 6ാമത്തെ ഗിയറിലാ പോണേ. പക്ഷെ 6 ഒന്ന് കാട്ടിക്കോ. അങ്ങനെ നമുക്ക് ക്യാമറ ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോ 6 ഗിയർ നമ്മൾ ഇട്ട് നോക്കി. ശരിക്കും ഒരു പടുകൂറ്റൻ ഡൗണിങ് ഒക്കെ പെർഫെക്റ്റ് ആട്ടോ. ഒരു കുഴപ്പമില്ല, ഒരു സീനും ഇല്ല. പിന്നെ വണ്ടി കൊണ്ടു നടക്കാനും നല്ല സുഖമായിട്ട് കൊണ്ടു നടക്കാനും ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതെ അല്ലേ? നമ്മുടെ മർഡോണ പൈനൊന്ന് കാണിച്ചു കൊടുത്തോ. ആളിവിടെ ഉണ്ട്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പ് സ്റ്റീരിംഗ് വീലാണ് വരുന്നത്. അപ്പൊ നല്ല അതൊരു സൗകര്യപ്രദമാണ്. നല്ല നല്ല മജയുള്ള വണ്ടി ഓടിക്കാനൊക്കെ. നന്നായിട്ട് കയ്യെ കുറച്ച് നേരം ഓടിക്കുമ്പോഴേക്കാണ് നന്ന പോലെ കയ്യൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി. അതെ, പവർ നമ്മൾ AC ഇട്ടിട്ട് ഓടിക്കണത്. എന്നിട്ട് നമുക്ക് അതിന്റെ ഒരു വണ്ടിക്ക് ചില വണ്ടികളൊക്കെ ഓടിക്കുമ്പോഴേ നമുക്ക് AC ഇട്ട് ഓടിക്കുമ്പോൾ ഒരു ലാഗ് ഫീൽ ചെയ്യും. പക്ഷെ ഇതിനതൊന്നും തോന്നുന്നില്ല. എനിക്ക് അന്ന് മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ ലുലു ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയത് ലീഫിന്റെ കാര്യം മാത്രമാണ് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അയ്യോ, കറക്റ്റ് സമയത്ത് നമ്മുടെ ലുലു എന്റെ ആള് വിളിക്കുന്നത്. അന്ന് ലീഫായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് അതും മാറി. പാരാബോളിക് വന്നതോടുകൂടി ആ പ്രശ്നം സോൾവ് ആയി. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ കഥ. അപ്പൊ നമുക്ക് ഇനി അധികം വണ്ടി ഓടിച്ചു നോക്കൊന്നും വേണ്ട. എല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ്, ഒന്നും പറയാനൊന്നുമില്ല. എവിടെയൊക്കെ വെച്ച് നിർത്തി നമുക്ക് വീഡിയോ ഒന്ന് വൈൻഡപ്പ് കൂടി ചെയ്താൽ അവസാനിപ്പിക്കാം. ഓക്കെ, 6ാമത്തെ ഗിയറാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും സ്പേസിൽ കൊടുത്ത് വണ്ടി നിർത്താം.
കാലൊക്കെ കൊടുക്കുമ്പോ നോക്കിയാണ്ട കുമ്പും വേണ്ട പോണത്. നല്ല അടിപൊളി, നല്ല സെറ്റ്. എന്തായാലും വണ്ടി നഷ്ടമില്ല എടുത്തതിന്. ട്രാവലർ വെച്ച് കമ്പാരിസൺ ചെയ്യുന്ന കുറച്ചുകൂടി യാത്രാസുഖവും ലെഗ് സ്പേസും പിന്നെ ആളുകൾക്ക് എണീറ്റ് നിൽക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അതെ അതെ അതെ. ഇപ്പൊ ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ കുറെ നേരം ഒരു ലോങ് ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കാല് മരവിച്ച് ജസ്റ്റ് എണീറ്റ് നിൽക്കാം, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ യാത്രാസുഖം അടിപൊളിയല്ലേ? ശരിയാ, കറക്റ്റ് നല്ല യാത്രാസുഖം ഉണ്ട്. കാരണം ഞാനിപ്പോ വോൾവോയിൽ നമ്മ അന്ന് യാത്ര ചെയ്യുന്നത്, കൂടുതലിപ്പോ വോൾവോയിൽ തന്നെയാണ് നമ്മ യാത്ര ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോ അത്രയില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കുഴപ്പമില്ല ശരിയത് കറക്റ്റാ. അത് വണ്ടി ഓടിക്കുമ്പോഴത് നമുക്ക് നല്ല ഒരു സുഖമാണ്, നല്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, പെട്ടെന്ന് കഴിയണം. അതാണ് നമ്മളിപ്പോ അവിടെ നിന്ന് എടുത്തതിന് ശേഷം ഇപ്പൊ കണ്ടില്ല, ഇത്ര കുറച്ചു നേരം കൊണ്ട് തന്നെ മുമ്പില് കൈയൊക്കെ ഉണങ്ങി സെറ്റായി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ. പിന്നെ നമ്മള് ലുലുവില് ചെയ്തപ്പോ ലൈറ്റ് സൗണ്ട് അങ്ങനത്തെ സംഭവങ്ങളും ചെറിയ ഓൾട്രേഷൻ ഒക്കെ ചെയ്തിട്ടില്ല. ഇവിടെ മിറർ വോൾവോന്റെ മിററാക്കി, 2 മിറർ. ഓക്കെ. അതുപോലെ ഫ്രണ്ടില് ഒരു വീഡിയോയിലൊക്കെ കാണാൻ പറ്റുന്നത്, നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുത്തത് ഒരു ബ്ലാക്ക് ആണ് വന്നിരുന്നത്, കമ്പനി വരുന്നത് ഗ്ലാസിന്റെ അടിയിൽ. ഞങ്ങളത് ഫുൾ വൈറ്റ് ആക്കി. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഓൾട്രേഷൻ ചെയ്തു. പിന്നെ TV ഫോൾഡിംഗ് ടൈപ്പ് TV വെച്ച് 32 ഇഞ്ചിന്റെ കമ്പനി TV വരുന്നുണ്ട് ഓൾറെഡി ഇതില്. പക്ഷെ അത് ചേഞ്ച് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് കുറച്ചും കൂടി ആളുകൾക്ക് വിസിബിൾ ആവാൻ വേണ്ടി വലിയ TV വെച്ചു. അപ്പൊ നമ്മള് പള്ളിയുടെ ഏത് പള്ളിയാ? കോട്ടക്കാവ് പള്ളി, തീർത്ഥാടന കേന്ദ്രമാണത്. അപ്പോ ആ വിശുദ്ധമായ പള്ളിയുടെ തിരുമുറ്റത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊരുപാട് എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഭയങ്കര ബ്രദർ റിലേഷൻഷിപ്പുള്ളൊരു ആളാണ് കേട്ടോ. എപ്പോഴും എനിക്ക് ഭയങ്കര അടുത്ത് നിൽക്കണ ഒരു എന്താ പറയുക, ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധമാണ് ആളായിട്ട്. എപ്പോഴും ആളുടെ വണ്ടി ആദ്യം നമ്മുടെ തസ്കരവീർ ഇറങ്ങിയപ്പോൾ അത് ഡെറാഡോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വണ്ടി തൊട്ട് അതിനുശേഷം നമ്മുടെ വോൾവോ, പിന്നെ സെറ്റസ്ത്ര, പിന്നെ ഇത് ഒക്കെ നമ്മളിങ്ങനെ എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളായിട്ട് നമ്മൾ ഭയങ്കര ഒരു എന്താ പറയുക ആത്മബന്ധമാണ്. അപ്പോൾ എന്തായാലും മർഡോണ ബൈയുടെ അടുത്ത് നമ്മൾ താങ്ക്സ് പറയുന്നു. പിന്നെ അനന്തു ബ്രദറിൻ്റെ അടുത്തും താങ്ക്സ് പറയുന്നു. അപ്പോൾ നമ്മുടെ വേറൊരു ബ്രദർ കൂടി ഉണ്ടായിരുന്നു, ആളുടെ അടുത്തും ഒക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.